بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على سيدنا محمد وعلى آله وصحبه أجمعين اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات. ഇഴചേർന്ന ദാമ്പത്യം. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഭാര്യമാരെ മുഖത്ത് നോക്കി മുഖം ചൊളിക്കാതിരിക്കുക. ഇതിനെത്ര ഭർത്താക്കന്മാർക്ക് സാധിക്കും? സാധിക്കുന്ന ആരെങ്കിലും ഉണ്ടോ? തീർച്ചയായും അവൻ വിജയിച്ചിട്ടുണ്ട്. ഭാര്യമാരെ മുഖത്ത് നോക്കി മുഖം ചൊളിക്കരുത്. നിങ്ങൾക്ക് അവർ കൊണ്ടുവന്ന ഭക്ഷണം അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്ത ഭക്ഷണമാണെങ്കിൽ മുഖത്ത് നോക്കിയിട്ട് ദപ്പച്ച് കൊണ്ടുവന്നത് എന്ന് പറയരുത്. നമ്മൾ വിലയിരുത്തേണ്ടത് നമുക്ക് തരുന്ന ഭക്ഷണം കഴിവിന്റെ പരമാവധി മികവുള്ളതാവാനാണല്ലോ ഏതൊരു ഭാര്യയും ശ്രമിക്കുക. എന്തോ കാരണവശാൽ ആ ഭക്ഷണം നിങ്ങൾക്ക് കഴിക്കാൻ പറ്റില്ലെന്ന് വെച്ചോളൂ. നിങ്ങൾ ഒരിക്കലും ആ ഭക്ഷണത്തിന്റെ പേര് പറഞ്ഞ് ഭാര്യയുടെ മുഖത്ത് നോക്കി നീരസം പങ്കിടരുത്. വിശന്നിട്ട് വയ്യ, ഈ കൊണ്ടുവന്ന കറിയുടെ കോലാണിത് എന്ന് പറഞ്ഞാൽ ആ ഭാര്യയുടെ മനസ്സ് അതോടുകൂടെ പൊട്ടിപ്പോയി. ഇനി നിങ്ങൾക്ക് തരുന്ന ഒരു ഭക്ഷണത്തിനും രുചിയുണ്ടാവുകയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ 63 കൊല്ലത്തെ ദാമ്പത്യ ജീവിതത്തിനിടയിൽ ഒരിക്കൽ പോലും ഭാര്യമാരോ മറ്റോ ഉണ്ടാക്കി കൊണ്ടുവന്ന ഭക്ഷണത്തിന് ഒരു കുറ്റവും പുണ്യ ഹബീബ് പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് നമ്മൾ അനുകരിക്കേണ്ട ഈ മാതൃക അതിപ്രധാനമാണ്. ഭാര്യമാരെ മുഖത്ത് നോക്കി മുഖം ചുളിക്കാതിരിക്കുക. ഇമാം ഹുജ്ജത്തുൽ ഇസ്ലാം അബൂ ഹാമിദ് അൽ ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹി രേഖപ്പെടുത്തുന്നുണ്ട്. പരിശുദ്ധ ഖുർആനിലെ വഅശിറുഹുന്ന ബിൽ മഅറൂഫ്, നിങ്ങൾ ഭാര്യമാരുമായി നല്ല രൂപത്തിൽ കൂടി ജീവിക്കുക എന്ന ഖുർആൻ ആയത്ത് വിശദീകരിച്ചുകൊണ്ട് ഇമാം ഖുർത്തുബിയും ഇത് പറഞ്ഞിട്ടുണ്ട്. ഭാര്യമാരെ മുഖത്ത് നോക്കി മുഖം ചൊളിക്കരുത്. എപ്പോഴും പ്രസന്ന മുഖത്തോടു കൂടെയല്ലാതെ ഒരിക്കലും ഭാര്യമാരെ നിങ്ങളെ കാണരുത്. നിങ്ങൾ ജോലി കഴിഞ്ഞ് ക്ഷീണിച്ചു വരുമ്പോൾ നിങ്ങൾക്ക് വേണ്ട ഭക്ഷണമോ വെള്ളമോ അവർ ഒരുക്കി വെച്ചിട്ടില്ലെങ്കിലും നിങ്ങൾ ഇപ്പോൾ ഏത് ജോലിയിലാണ് ഉള്ളത്, അതിനേക്കാൾ വലിയൊരു ജോലിയിലായിരിക്കും നിങ്ങളുടെ ഇണകൾ എന്ന് വിചാരിച്ചുകൊണ്ട് നിങ്ങൾ അവരോട് കൂടിച്ചേർന്ന് നിൽക്കുകയല്ലാതെ ഒറ്റപ്പെടുത്താൻ ശ്രമിക്കരുത്. മറ്റൊരു കാര്യമാണ് സംസാരത്തിൽ ലാളിത്യം കാണിക്കുക. സുബ്ഹാനല്ലാഹ്, ചില ആളുകളൊക്കെ ഭാര്യമാരോട് സംസാരിക്കുന്നത് കേട്ടാൽ രാജാവ് പട്ടാളക്കാരോട് പറയുന്നത് പോലെയുള്ള ഒരാജ്ഞയാണ്. ഇതല്ല ദാമ്പത്യ ജീവിതത്തിൽ വേണ്ടത്. സംസാരത്തിൽ നല്ല ലാളിത്യം ഉണ്ടാകണം. അൽ-ഇന്ദിലാഖു ഫിൽ കലാം. ഭാര്യമാരോട് സംസാരിക്കുമ്പോൾ അതിൽ നല്ല ലാളിത്യം വേണം. നോക്കൂ, നിങ്ങള് മഹാനായ സയ്യിദുന ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു പറയാണ്, യംബഗി ലിർറജുലി അൻ യകൂന ഫീ അഹ്ലിഹി മിസ്ല അസ്സബിയ്യി. ഇമാം ഗസാലി യഹ്യയിൽ ഉദ്ധരിക്കുന്നു, ചെറിയ കുട്ടിയെ പോലെ ഭാര്യമാരോട് പെരുമാറണം. ചെറിയ കുട്ടികളോട് നമ്മൾ സംസാരിക്കുമ്പോൾ എന്തൊരു ലാളിത്യമാണ്. ആ സംസാരം ആവർത്തിച്ച് കേൾക്കാൻ നമുക്ക് എന്തൊരു താല്പര്യമാണ്. ഇതുപോലെ നിങ്ങൾ എത്ര വലിയ നേതാവാണെങ്കിലും, നിങ്ങൾ വലിയ സമസ്തയുടെ വലിയ മുഷാവറ അംഗമാണെങ്കിലും, നിങ്ങൾ വലിയ രാഷ്ട്രീയ പ്രതിനിധിയാണെങ്കിലും, നിങ്ങൾ വലിയ ഡോക്ടറാണെങ്കിലും ഭാര്യമാരെ മുമ്പിലെത്തിയാൽ നിങ്ങൾ കുട്ടികളാകണം. സംസാരത്തിൽ തികഞ്ഞ ലാളിത്യം വേണം. കൊഞ്ചിക്കുഴഞ്ഞുകൊണ്ട് അവരോട് സംസാരിക്കണം. അത് എത്ര പരിധി ഉണ്ട് എന്നുള്ളത് ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിൽ ഞാൻ പറയുന്നുണ്ട്, ഇപ്പോൾ അത് പറയുന്നില്ല. ഭാര്യമാരോട് വളരെ ലാളിത്യത്തോടുകൂടെ സംസാരിക്കുക. നിങ്ങളുടെ ശിഷ്യന്മാരോടൊക്കെ ഭയങ്കര ഗൗരവത്തിൽ പറയുന്ന ആളായിരിക്കാം. ആ ഗൗരവം ഭാര്യമാരോട് പ്രയോഗിക്കരുത്. നല്ല ലാളിത്യത്തോടുകൂടെ സംസാരിക്കുക. എത്ര പേർക്ക് സാധിക്കും? എന്റെ വോയിസ് കേൾക്കുന്ന പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളോട് നമ്മിൽ എത്ര ആൾക്ക് അതിന് സാധിക്കുന്നുണ്ട്? ഈ വോയിസ് കേട്ടാൽ നിങ്ങൾ ഇന്ന് തീരുമാനിക്കണം, ലാളിത്യത്തോടു കൂടെയല്ലാതെ ഒരിക്കലും തന്നെ ഭാര്യമാരോട് സംസാരിക്കരുത്. അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിൽ ഈ ലാളിത്യം ഒരിക്കലും കൈവിട്ടിട്ടില്ല. ഒരു കാര്യം ഇവിടെ ഓർമ്മിക്കുക, പരിശുദ്ധ ദീനിന്റെ നിയമത്തിന് വിരുദ്ധമായി ഭാര്യമാര് പ്രവർത്തിച്ചാൽ അവരോട് ഗൗരവത്തോടെ സംസാരിക്കേണ്ടി വരും. അത് സംസാരിക്കേണ്ടെന്നല്ല ഇപ്പറഞ്ഞത്. അത് മഹാനായ ഇമാം ഇബ്നു കസീർ റഹ്മഹുല്ലാഹ് പറയുന്നുണ്ട്, ദീനിനെതിരായി ഭാര്യമാരെ ചെയ്യുമ്പോൾ കർക്കശ സ്വരത്തോടു കൂടെ തന്നെ സംസാരിക്കണം. അതേ സമയത്ത് ഭൗതിക കാര്യങ്ങളിൽ, ദുനിയാവിന്റെ കാര്യങ്ങളിൽ വളരെ ലളിതമായ ഇടപെടൽ മാത്രമേ ഭാര്യമാരോട് നടത്താൻ പാടുള്ളൂ. കാർക്കശ സ്വഭാവക്കാരനാകരുത്, കടുത്ത ഹൃദയമുള്ളവനാകരുത്. അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, ഇന്നല്ലാഹു യുബ്ഗിദുൽ ജഅലരിയ അൽ ജവ്വാദ്. ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്,
കടുത്ത മനോഭാവമുള്ള മനുഷ്യന് എപ്പോഴും അള്ളാഹുവിന് വെറുപ്പാണ്. അതുകൊണ്ട് ഒരിക്കലും ലാളിത്യത്തോടു കൂടെയല്ലാതെ ഭാര്യമാരോട് പെരുമാറാനേ പാടില്ല. പഠിച്ചോനെ എങ്ങനെയാണ് നമ്മൾ എത്ര ലളിതമായിട്ട് സംസാരിക്കുക എന്നൊക്കെ ചിന്തിക്കുന്ന മനുഷ്യന്മാരുണ്ട്. അതിനാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ഞാനൊരു കുട്ടിയാണെന്ന് നിങ്ങൾ വിചാരിക്കുക. നിങ്ങൾ എത്ര ഗൗരവത്തോടു കൂടിയാണ് വരുന്നതെങ്കിലും തൽക്കാലം ആ ഗൗരവം ഒന്ന് ഇറക്കി വെച്ച് ഒന്ന് ചിരിച്ച് ലളിതമായ ഭാഷകൾ മാത്രം ഉപയോഗിച്ചുകൊണ്ട് ഭാര്യമാരോട് സംസാരിക്കുക. ഭാര്യമാർക്ക് വേണ്ടി ഭംഗിയാവുക. സന്തോഷകരമായ കുടുംബജീവനം നിലനിൽക്കാൻ വളരെ അനിവാര്യമായ ഒരു ഘടകമാണ് ഭാര്യമാർക്ക് വേണ്ടി ഭംഗിയാവുക എന്നുള്ളത്. ഇത് നിസാര കാര്യമാണോ? എത്ര ഭർത്താക്കന്മാർക്ക് സാധിക്കും ഭാര്യമാർക്ക് വേണ്ടി ഭംഗിയാവാൻ? രാവിലെ നിന്ന് വൈകുന്നേരം വരെ കരിങ്കൽ കോറിയിലോ അല്ലെങ്കിൽ സിമെന്റുമ്മലോ സെൻട്രിങ്ങിലോ വണ്ടി ഓടിച്ചിട്ടോ എവിടെയെങ്കിലൊക്കെ ജോലി ചെയ്യും. വിയർത്ത് കുളിച്ച് നാറി അങ്ങനെ തന്നെ വന്ന് കിടന്നുറങ്ങുന്ന ഭർത്താക്കന്മാരുണ്ട്. ഞാനിത് പറയുന്നത് സന്തോഷകരമായ ദാമ്പത്യം ആഗ്രഹിക്കുന്നവരോട് മാത്രമാണ്. നിങ്ങളെ ഭാര്യമാർക്ക് വേണ്ടി നിങ്ങൾ അലങ്കൃതരായി വരണം. നോക്കൂ, ഞാനൊരു ചെറിയ സംഭവം പറയാം. മഹാനായ ഇമാം ഖുർത്തുബി റഹ്മത്തുള്ളാഹി അലൈഹി തന്റെ തഫ്സീറിൽ രേഖപ്പെടുന്ന ഒരു സംഭവം. മഹാനായ യഹ്യ ബിൻ അബ്ദുറഹ്മാൻ അൽ ഹംദലി റളിയല്ലാഹു അൻഹു പറയുകയാണ്, വലിയ പണ്ഡിതനാകുന്ന മുഹമ്മദ് ബിൻ ഹനഫിയ റളിയല്ലാഹു അൻഹുയുടെ അടുക്കൽ ഞാൻ ചെന്ന സമയത്ത് അദ്ദേഹം ഒരു ചുവന്ന പുതപ്പും പുതച്ച് വരുന്നുണ്ട്. അദ്ദേഹത്തിന്റെ താടി രോമത്തിലൂടെ അത്തർ ഇങ്ങനെ ഒലിച്ചു വരുന്നു, എണ്ണ ഒലിക്കുന്നത് പോലെ. ഞാൻ ചോദിച്ചു, മാ ഹാദ, എന്താണിത്, എന്താണ് ഈ കോലം? ബഹുമാനപ്പെട്ടവരെ പറഞ്ഞു, ഇന്ന ഹാദിഹിൽ മിൽഹഫത അൽഖത്ഹ അലയ്യ ഇംറഅതി വദഹനതനി ബിത്വീബ് വഇന്നഹുന്ന യസ്തഹീന മിന്നാ മാ നസ്തഹീഹി മിൻഹുന്ന. ഞാൻ ഇറങ്ങിയപ്പോ എന്റെ ഭാര്യ ഈ പുതപ്പ് എനിക്ക് പുതപ്പിച്ചു തന്നു. ഞാൻ ഇത് പുതച്ചു വരുന്നത് കാണാനാണ് അവൾക്ക് ഇഷ്ടം. എന്റെ താടിയിൽ എണ്ണയ്ക്ക് പകരം അത്രങ്ങ് വാരിപ്പൊത്തി. ഞാൻ അങ്ങനെ വരുന്നതാണ് അവൾക്ക് ഇഷ്ടം. അവരെ നമ്മൾ എങ്ങനെ കാണാൻ ഇഷ്ടപ്പെടുന്നുണ്ടോ അതേപോലെ തന്നെ നമ്മെ അവരും കാണാൻ ഇഷ്ടപ്പെടുന്നു. അതുകൊണ്ട് അവൾ ആഗ്രഹിക്കുന്നത് പോലെ ഞാൻ ഈ കുപ്പായം അണിഞ്ഞു വന്നതാണ്. വലിയ ഒരു പണ്ഡിതൻ പറയാൻ. ഇനി കേൾക്കണം നിങ്ങൾക്ക്. മഹാനായ സയ്യിദുന സ്വഹാബിയാകുന്ന അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയാൻ, ഇന്നി ഉഹിബ്ബു അൻ അതസയ്യന ലിഇംറാഅതി കമാ ഉഹിബ്ബു അൻ തതസയ്യന ലി. എന്റെ ഭാര്യ എനിക്ക് വേണ്ടി ഭംഗിയാവാൻ ഞാൻ എത്ര ഇഷ്ടപ്പെടാറുണ്ട്, അതുപോലെ അവൾക്ക് വേണ്ടി ഭംഗിയാവാൻ ഞാനും ഇഷ്ടപ്പെടുന്നു. മഹാനായ സയ്യിദുന അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുമ പറഞ്ഞു ബോധ്യപ്പെടുത്തുകയാണ്, ഭാര്യയ്ക്ക് വേണ്ടി ഭംഗിയാവുക എന്നുള്ളത് ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള സുദൃഢമായ ബന്ധം നിലനിൽക്കാൻ ഒരു കാരണമാണ്. ഈ ഭാര്യയ്ക്ക് വേണ്ടി ഭംഗിയാകുമ്പോ ഭാര്യ ചോദിക്കും, എന്താപ്പൊന്ന് നല്ല കുപ്പായൊക്കെ ഇട്ട് വന്നിക്കണല്ലോ എന്ന് പറയുമ്പോ, ഞാൻ മറ്റുള്ളവർക്ക് പോയി വരികയാണെന്ന് പറയരുത്. അവളോട് പറയാ, അത് ഞാൻ എനിക്ക് വേണ്ടിയിട്ട് എനിക്കിഷ്ടപ്പെട്ട കുപ്പായം. നിങ്ങൾ കടയിലേക്ക് കുപ്പായം വാങ്ങാൻ പോകുമ്പോ ഭാര്യയോട് ചോദിക്കുക, ഞാനൊരു കുപ്പായം വാങ്ങാൻ പോവുകയാണ്, എനിക്ക് ഏത് കളറാ ഇഷ്ടം, ഏത് ഡിസൈനാണ് എനിക്ക് ഇഷ്ടം എന്ന് അവളോട് ചോദിക്കുക. എന്നിട്ട് നിങ്ങളെ ഇഷ്ടത്തിന്റെ കൂടെ തന്നെ അവളെ ഇഷ്ടം കൂടെ പരിഗണിക്കുക. നിങ്ങളെ കണ്ടാ മിണ്ടാത്ത ഭാര്യ ഉണ്ടല്ലോ, പിറ്റേര് നിങ്ങളെ പരിസരത്ത് നിന്ന് പോകൂല. സ്നേഹം എന്ന് പറയുന്നത് കൊടുത്താൽ കിട്ടുന്ന സാധനമാണ്, കെട്ടിക്കൂട്ടി വെച്ചാൽ കിട്ടുന്ന സാധനമല്ല. അതുകൊണ്ട് നിങ്ങൾ ഭാര്യമാർക്ക് വേണ്ടി ഭംഗിയാവുക. ഭംഗിയാവാൻ വേണ്ടി ഒരുങ്ങുമ്പോൾ തന്നെ നിങ്ങൾ അത് അവരുമായി പങ്കുവെക്കുക. അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ ഭാര്യമാരോട് പെരുമാറിയ രൂപം മഹാനായ ഇമാം ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി രേഖപ്പെടുത്തുന്നുണ്ട്. ഞാനൊന്ന് ചുരുക്കി അവതരിപ്പിക്കുക, വോയിസ് ദീർഘിച്ചു പോകുന്നത് കൊണ്ട്. ഇൻഷാ അല്ലാ ഇതിന്റെ ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയാം. അള്ളാഹുവിന്റെ റസൂലിന്റെ സ്വഭാവം എങ്ങനെയായിരുന്നു? ഒന്ന്, സദാ പുഞ്ചിരി. ഭാര്യമാരെ മുഖത്ത് നോക്കിയിട്ട് റസൂലുള്ളാഹി തങ്ങൾ സദാസമയത്ത് പുഞ്ചിരിക്കാറുണ്ട്. എന്തൊരു രസമുള്ള ജീവിതമാണത്. 9 ഭാര്യമാരെ ഒന്നിച്ചു കൊണ്ട് നടന്നിട്ട് ഒരിക്കൽ പോലും അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദുനിയാവിന്റെ കാര്യത്തിൽ ഒരൊറ്റ ആളെയും ചീത്ത പറഞ്ഞിട്ടില്ല. ആ പുഞ്ചിരിക്കുന്ന മുഖമാണ് അവർക്ക് എല്ലാവർക്കും കാണേണ്ടത്. എത്രത്തോളം എന്നറിയോ? മഹാനായ ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ പറയുകയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാര്യമാര് വയജ്തമിഉ നിസാഉഹു കുല്ല ലൈലത്തിൻ ഫീ ബൈത്തില്ലതി യബീതു ഇൻദഹാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫയഅകുലു മാഹുന്ന ഫീ ബഅദിൽ അസാ ഫീ ബഅദിൽ അഹ്യാൻ ثم تنصرف كل واحدة إلى منزلها. എന്തൊരു രസമുള്ള ജീവിതം. എല്ലാ രാത്രിയും റസൂലുള്ള ഏത് ഭാര്യന്റെ അടുക്കലാണോ വന്ന് ഉറങ്ങുന്നത് ആ വീട്ടിൽ എല്ലാ ഭാര്യമാരും വരും. ചിലപ്പോഴൊക്കെ എല്ലാവരും ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കും.
എന്നിട്ട് എല്ലാവരും അവരെ വീട്ടിലേക്ക് തിരിച്ചു പോകും. എങ്ങനെയുണ്ട് റസൂലുള്ളാഹിന്റെ പെരുമാറ്റം? എങ്ങനെയുണ്ട്? ആ ലാളിത്യമാണ് ഒരു പ്രശ്നവുമില്ലാതെ 9 ഭാര്യമാരെ ഒരേ സമയം നിലനിർത്തിക്കൊണ്ടുപോയത്. ചക്രവർത്തിമാരെല്ലാരും കൂടി ഒരു പരിയിൽ ഒരുമിച്ച് കൂടിയിട്ട് സന്തോഷം പങ്കിട്ടു പോകുക എന്ന് പറഞ്ഞാൽ അതിനേക്കാൾ വലിയ സൗഭാഗ്യം ഈ ഭൂമിയിൽ ഒരു മനുഷ്യന് എന്ത് കിട്ടാനുണ്ട്? അത് അള്ളാന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിത ലാളിത്യം കൊണ്ട് ലഭിക്കുന്ന പ്രധാനപ്പെട്ട ഒരു ഗുണമാണ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഭാര്യമാരോട് നടത്തിയിരുന്ന ഏറ്റവും സൂപ്പർ പെരുമാറ്റത്തിന്റെ മകുടോദാഹരണമാണ് എപ്പോഴും പുഞ്ചിരിച്ചുകൊണ്ട് റസൂലുള്ളാഹിന്റെ ഭാര്യമാരെ അവിടത്തെ കണ്ടിട്ടുള്ളൂ. ഇൻഷാ അല്ലാഹ് ഇനി രണ്ടാമത്തെ കാര്യം മുതൽ നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയാം. ഇപ്പോൾ തന്നെ 4 വോയിസോളമായി ദീർഘിച്ചു പോയിട്ടുണ്ട്. റസൂലുള്ളാഹിന്റെ ഭാര്യമാരോട് റസൂലുള്ള പെരുമാറിയ പെരുമാറ്റം രണ്ടാമത്തത് മുതൽ ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിൽ നമുക്ക് പറയാം. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളോട് ഈ പറയപ്പെട്ട ഈ വിഷയങ്ങളെങ്കിലും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഉൾക്കൊള്ളണം. എൻ്റെ ഭാര്യയും ഞാനും തമ്മിലുള്ള ഈ പ്രശ്നമൊന്ന് മാറിയിട്ട് ഞങ്ങൾ തമ്മിലുള്ള ബന്ധം സുദൃഢമാകണമെന്ന് ആഗ്രഹിക്കുകയും ഈ പറയപ്പെട്ട തിയറികൾ പ്രയോഗവൽക്കരിക്കാൻ തുടങ്ങുകയും ചെയ്താൽ ഒന്നും വേണ്ട, ഒന്ന് കാണുമ്പോൾ ചിരിച്ച മാത്രം മതി. അതോടുകൂടെ തന്നെ ആ പാവം ആ സാധുവായ പെണ്ണിന്റെ മനസ്സലിയും. നിങ്ങൾ എത്ര കടുത്ത മനോഭാവക്കാരനാണെങ്കിലും എത്ര വലിയ ദുൽമകളോട് ചെയ്തിട്ടുണ്ടെങ്കിലും നിങ്ങൾ ഒരൊറ്റ ചിരിച്ചു കഴിഞ്ഞാൽ അതോടുകൂടെ തന്നെ ആ ഭാര്യ മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും നിങ്ങളെ കൂടെ വരും. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ഇതിന്റെ തുടർച്ച ഇഴചേർന്ന ദാമ്പത്യത്തിന്റെ 2ാം ഭാഗം ഇൻഷാ അല്ലാഹ് നാളെ ഉണ്ടാകും. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.